നമസ്കാരം. മലയാളി ജിഹാദികൾ പ്രത്യക്ഷത്തിൽ ക്യാമറകളുടെ മുമ്പിൽ പാറ്റാ സമരത്തിൽ ഏറെയൊന്നും സജീവമായിരുന്നില്ല. എന്നാൽ പിന്നാമ്പുറങ്ങളിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ അവരുടെ കരങ്ങൾ വളരെ ക്രിയാത്മകമായി തന്നെ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, മുഹമ്മദ് അനസ് എന്നൊരു ജിഹാദിയെ എല്ലാവരും ദില്ലിയിലേക്ക് പോയി പോലീസുകാരുടെ തല്ല തല്ലി പൊട്ടിക്കണം, പാർലമെൻറ്റിനെ പീരങ്കി വെച്ച് വെടിവെച്ച് തകർക്കണം എന്നുള്ള ഒരു വീഡിയോ ചെയ്തു. പിന്നീട് അത് മാപ്പപേക്ഷയുമായിട്ട് വന്നു. നമ്മളൊക്കെ മലയാളികളല്ലേടാ, എന്നോടൊന്ന് ക്ഷമിച്ചുവിടേടാ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുവന്ന വളരെയധികം ഫോളോവേഴ്സുള്ളൊരു അക്കൗണ്ടാണ് മുഹമ്മദ് അനസിൻ്റേത്. ആ വീഡിയോ തത്വമയി ന്യൂസ് തന്നെ ഒന്ന് വിശകലനം ചെയ്യുവാനായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നതാണ്. ഒരിക്കൽ കൂടി അതിനെ കാണിക്കാം, പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഒന്ന് കണ്ടിട്ട് വരും. ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളേ അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുത്തി വീണ്. അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ. ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. ഞാൻ അഥവാ ആരെങ്കിലും എന്താണ് അവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാൽ കുണ്ടിക്കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ മച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ എത്തിന്. എടാ കൈയിടോളൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പല്ലേ ഹിസ്റ്റോറിക്കൽ ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ നേപ്പാൾ, അതിന്റെ മുമ്പത്തുള്ള ശ്രീലങ്ക, അതിന്റെ മുമ്പത്തുള്ള ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? ഉള്ള പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിന്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്ന കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തരെ പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെയൊക്കെ വെക്കുണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു തല. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് ആകെ ചോര കൊലിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ. ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് 3 ആളും ഒരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനേ? അങ്ങോട്ടാണ്ട് അടിച്ചു കഴിഞ്ഞുള്ള നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കണ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ. അങ്ങനത്തെ പല പല സീന് വരാണ്ടടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ചയും കൂടി കേട്ടെ, ഇതൊന്നും മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല. അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ട് ഇരിക്കണം. അറിയോ, എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാ മതിയേന്. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതാട്ടാ തോന്നണേ. മാപ്പപേക്ഷ കാണിക്കുന്നില്ല. കാരണം മാപ്പും ഇതിൻ്റെ അകത്ത് വലിയ പ്രസക്തിയില്ല. അതൊരു തന്ത്രമാണ്. വീഡിയോ കണ്ടല്ലോ. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് നിഷ്കളങ്കമായിട്ടാണ് എന്ന് പ്രേക്ഷകർ ഒരിക്കലും കരുതുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് നിഷ്കളങ്കമായിട്ടുള്ളൊരു വീഡിയോ പ്രക്ഷേപണമായിരുന്നില്ല. എന്തെങ്കിലും അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ആവേശത്തിലോ ചെയ്യുന്ന വീഡിയോകളല്ല ഇതൊന്നും. ഈ മുഹമ്മദ് അനസ് ഒരു പ്രതിനിധി മാത്രമാണ് ഒരു വലിയ ജിഹാദി സംഘമെന്ന് പറയുന്നത് പരസ്പരാസൂത്രണത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇവരുടെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് ഇവരുടെ മതപണ്ഡിതന്മാർ ആ മതബോധം ഇവരുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെ തകർക്കുക, ആ പൈതൃകത്തെ തകർക്കുവാനുള്ള ഇവരുടെ നിരന്തര ശ്രമങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ഇടുക. ആ അട്ടിമറിക്കുള്ള വഴിയായിട്ട് ഏത് പ്രക്ഷോഭത്തെയും ഉപയോഗിക്കുക. ഏതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ആണെങ്കിലും തൊഴിലാളി സമരത്തെ ആണെങ്കിലും കർഷക സമരത്തെ ആണെങ്കിലും ഉപയോഗിക്കുക. അതിന് കൃത്യമായിട്ട് അവർക്ക് തന്നെ അറിയാം. അവർക്ക് ISIയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ, താലിബാൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ, ലഷ്കർ ഇ തയ്യബയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നും വിഷയമല്ല. ഏതെങ്കിലും ഒരാൾ കൃത്യമായിട്ട് പ്രത്യക്ഷമായ രീതിയിൽ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലും അവരുടേതായിട്ടുള്ള ചില രഹസ്യ ഗ്രൂപ്പുകളിലുമെല്ലാം അറിവ് ചെല്ലുന്നിടത്ത് വിവരം എത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനുള്ള സാമ്പത്തിക സഹായവും മറ്റ് പിന്തുണകളും കൃത്യമായിട്ട് വരേണ്ടടുത്ത് നിന്ന് വരും. അത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നായാലും വിദേശങ്ങളിൽ നിന്നായാലും വരുമെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ അവരാദ്യം സംപ്രേഷണം ചെയ്ത് കുറച്ച്
നേരം അത് ഓടിച്ച് എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ തന്ത്രത്തിൻ്റെ അടുത്ത പടിയായി മാപ്പപേക്ഷയുമായി വരുന്നത്. പലപ്പോഴും സാമാന്യ ജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ കേസും വഴക്കുമൊന്നുമായി പോകുവാൻ മെനക്കെടാറില്ല. ഈ മുഹമ്മദ് അനസ് എന്നുള്ള വ്യക്തിയുടെ പേരിൽ ഇപ്പോഴും വളരെ ഗൗരവമേറിയൊരു FIR ഇതുവരെ കേരളത്തിൽ ഇടപെട്ടിട്ടില്ല. കേരളത്തിന് പുറത്തേക്ക് അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും പ്രക്രിയകളും നടക്കുന്നുണ്ട്. അത് മറ്റൊരു വശം. മുഹമ്മദ് അനസിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മുഹമ്മദ് അനസ് ഒരു വ്യക്തിയാണ്, ഒരു ലോൺ വുൾഫാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ എത്തി നിൽക്കുന്നത് മുഹമ്മദ് ഷാജിയിലാണ്. ആരാണ് ഈ മുഹമ്മദ് ഷാജി? അബ്രിക്കോ ഫ്രൈറ്റ്സ് എന്ന ഒരു കമ്പനിയുടെ, അബ്രിക്കോ ഫ്രൈറ്റ്സ് മാത്രമല്ല അബ്രിക്കോ മോട്ടോഴ്സ് അതുപോലുള്ള പല കമ്പനികൾ ഈ വ്യക്തിക്ക് ഉണ്ട്. അതിൻ്റെ എല്ലാം ഉടമയായ മുഹമ്മദ് ഷാജി എന്ന വ്യക്തി ഈ ജന്തർ മന്ദറിലെ പാറ്റകളുടെ സമരാഭാസത്തിൽ പങ്കെടുക്കുവാനായി തൻ്റെ കമ്പനിയിലെ അബ്രിക്കോ ഫ്രൈറ്റ്സിലെ 23 തൊഴിലാളികളെയാണ്, 23 ജിഹാദികളെയോ അല്ലെങ്കിൽ ജിഹാദികളുടെ ഒപ്പം മനസ്സും മതവും പരിവർത്തനം ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ജിഹാദികളുടെ വായ്ത്താളമടിക്കാരെയോ ചേർത്തിട്ടുള്ള ഒരു 23 അംഗ സംഘത്തെയാണ് വിമാന ടിക്കറ്റും എടുത്തു കൊടുത്ത് അവരുടെ എല്ലാ ചിലവുകളും കമ്പനി വഹിച്ചു കൊള്ളാം എന്നുള്ള വ്യവസ്ഥയിൽ ഡൽഹിയിലേക്ക് അയച്ചത്. ദില്ലിയിൽ അവരെത്തിയപ്പോഴേക്കും നമ്മുടെ നല്ല കാലത്തിന് പാറ്റാ സമരം മലർന്നു വീണ് കഴിഞ്ഞിരുന്നു, അവസാനിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മടങ്ങിപ്പോയി. അവരോട് ഈ മുഹമ്മദ് ഷാജി നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നത്, എത്ര കാലം ഈ പ്രതിഷേധം അവിടെ നീളുന്നു അത്രയും കാലം നിങ്ങളവിടെ നിലകൊള്ളുക, നമ്മുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുക. അവർക്ക് പ്രത്യക്ഷത്തിൽ ഉദ്ദേശമായിട്ട് പറയുന്നത് പ്രക്ഷോഭക്കാർക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ്. അബ്രിക്കോ ഫ്രൈറ്റ്സിൽ ജോലി ചെയ്യുന്ന 23 ജിഹാദികളോ ജിഹാദികളുടെ വായ്ത്താളം അടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിക്കാർക്കോ നീറ്റിൽ എന്താണ് കാര്യം? ശരി, അവരുടെ ബന്ധുക്കളും മക്കളുമൊക്കെ നീറ്റ് പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ കൂടി അവരെ സ്പോൺസർ ചെയ്ത് അയക്കുവാൻ തക്ക ഒരു മഹാമനസ്കത മുഹമ്മദ് ഷാജിക്ക് എങ്ങനെ ഉണ്ടായി? മുഹമ്മദ് ഷാജിക്ക് നമ്മുടെ രാജ്യത്തെ യുവത്വത്തോടുള്ളൊരു പ്രതിബദ്ധത അത്ര വലുതാണോ? ഇതിനു മുമ്പെങ്കും യുവാക്കളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നങ്ങളിലും, അത് PSC പരീക്ഷാ ക്രമക്കേടിലാണെങ്കിലും ആശാ വർക്കർമാർ മണ്ണ് വാരി തിന്നുന്ന, അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെട്ടു പോയപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മണ്ണ് വാരി കഴിച്ച് പ്രതിഷേധമറിയിച്ച, മുട്ടുകുത്തി നടന്ന് പ്രതിഷേധമറിയിച്ച സമരങ്ങളിലാണെങ്കിലും ആശാ വർക്കർമാരുടെ സമരങ്ങളിലാണെങ്കിലും മുഹമ്മദ് ഷാജിയുടെ ഒരു പിന്തുണ നാം ഒരിടത്തും കണ്ടിട്ടില്ല. ദില്ലിയിലുള്ള പ്രക്ഷോഭത്തിൽ കൃത്യമായിട്ട് കലാപമുണ്ടാകുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ മുഹമ്മദ് ഷാജി എന്ന ജിഹാദിക്ക് ആഹ്ലാദം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഒരു ആത്മരതിയിലൊരു മൂർച്ചയുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ നമ്മുടെ ശരിയാ നിയമം നടപ്പാകുവാൻ പോകുന്നു. 23 ജിഹാദികളെ, അയാൾക്ക് വിശ്വാസമുള്ള, അയാൾ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുള്ള 23 ജിഹാദികളെയാണ് അയാൾ തിരഞ്ഞെടുത്ത് അയച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലൊരു ജിഹാദി ദുബായിലിരുന്ന് ഭാരതത്തിനുള്ളിൽ കുഴപ്പങ്ങളുണ്ടാക്കുവാനുള്ള ആളുകളെ വിതരണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആളുകളെ അയച്ചു കൊടുക്കുമ്പോൾ എത്രത്തോളം സാമ്പത്തിക സ്രോതസ് അയാൾ ഇതിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പിന്തുണ അയാൾ ഇതിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ. അബ്രിക്കോ ഫ്രൈറ്റ്സ് എന്നുള്ളത് ഒരു ശതകോടീശ്വരനാണോ എന്നുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശതകോടീശ്വരനാണെങ്കിൽ പോലും, ഇനിയൊരു ബില്യണർ ആണെങ്കിൽ പോലും, ഇത്രയും നീളമുള്ള അല്ലെങ്കിൽ ഇത്രയും നീണ്ടു പോകുമെന്ന് ഒരുപക്ഷെ അവർ കരുതിയിരുന്ന ഒരു പ്രക്ഷോഭത്തിന് തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായൊരു കാര്യമല്ല. അത് സാമ്പത്തിക സ്രോതസ് വറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നിയമത്തിൻ്റെ കണ്ണുകൾ അയാൾക്ക് പിന്നാലെ ഉണ്ടാകുമെന്നുള്ളൊരറിവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ സമരം നീണ്ടുപോയിരുന്നെങ്കിൽ അവരുടെ ഹോട്ടൽ മുറിയുടെ വാടകകൾ ഉൾപ്പെടെയുള്ള കാര്യം, അവർ ഹോട്ടൽ മുറികളിലാണ് താമസിക്കുവാൻ വന്നത് എന്ന് പോലും അവർ പറയുന്നില്ല. അതിന് കൃത്യമായിട്ട് ഒരു പക്ഷേ മതപഠന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മതപണ്ഡിതന്മാരും ഇവരോട് ആഭിമുഖ്യമുള്ള ജിഹാദികളുമൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും, സൗജന്യമായി തന്നെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് അതിനുള്ള പ്രതിഫലം എത്തുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തതിന് ശേഷം അത് നടക്കും. ഷാജിയിലേക്ക് നാളെ ഒരു അന്വേഷണം പോവുകയാണെങ്കിലും നിഷ്കളങ്കമായ അയാൾ പറഞ്ഞൊഴിയും, അവർക്ക് പ്രക്ഷോഭത്തിന് പോകണമെന്ന് പറയുന്നു, മനസ്സുകൊണ്ട് ഞാനും വിദ്യാർത്ഥികൾക്കൊപ്പമാണ്, അതുകൊണ്ട് എൻ്റെ കമ്പനി അവരെ സ്പോൺസർ ചെയ്തു. നിയമപരമായിട്ട് അയാളെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. പക്ഷേ ഇത് ഒരു സൂചനയാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു വെല്ലുവിളി നമ്മുടെ രാജ്യത്തിന് നേരെ ഉയർത്തുന്ന ജിഹാദികളുടെ പ്രവർത്തന രീതിയാണ്. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഈ മുഹമ്മദ് അനസ് എന്ന ജിഹാദിയും മുഹമ്മദ് ഷാജി എന്ന ജിഹാദിയും ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല, തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവില്ല.
അവർ തമ്മിൽ യാതൊരു പരിചയവും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പ്രവർത്തന രീതി നിങ്ങൾ നോക്കൂ. കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തിൻ്റെ ഒരു രൂപരേഖ, എവിടെയോ ആരോ ഭാരതത്തിനെതിരെ സൃഷ്ടിച്ച ഒരു രൂപരേഖ നമുക്ക് ദൃശ്യമാകും അവിടെ. മുഹമ്മദ് അനസിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു വീഡിയോ സംപ്രേഷണം ചെയ്ത് അത് കുറച്ച് നേരത്തേക്ക് ഇൻ്റർനെറ്റിൽ തന്നെ നിലനിർത്തുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ, മറ്റേതെങ്കിലും സാമൂഹ്യ മാധ്യമത്തിലാണെങ്കിൽ അതിൽ നിലനിർത്തുക. ഡൗൺലോഡ് ചെയ്യാനുള്ളവരെല്ലാം ഡൗൺലോഡ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ വീഡിയോ നീക്കം ചെയ്യുക. തുടർന്ന് ഒരു 24 മണിക്കൂറിന് ശേഷം മാപ്പപേക്ഷയുമായി രംഗത്ത് വരിക. ഒരു ആസൂത്രിതമായിട്ടുള്ള കർമ്മങ്ങളാണിതെല്ലാം, അല്ലെങ്കിൽ ചെയ്തികളാണിതെല്ലാം. മുഹമ്മദ് ഷാജിയുടെ കാര്യം നോക്കൂ. കൃത്യമായിട്ട് നിയമപരമായിട്ട് അയാളുടെ ഭാഗം സുരക്ഷിതമാക്കാവുന്നിടത്തോളം സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് അയാൾ ഇത്തരമൊരു നടപടിക്ക് മുതിർന്നത്. 23 ജീവനക്കാരെ ഏതെങ്കിലും ഒരു രജനീകാന്തിൻ്റെ സിനിമയ്ക്കോ വിജയുടെ സിനിമയ്ക്കോ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ സിനിമയ്ക്കോ, മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വിടില്ലായിരിക്കും, അവർക്ക് പോകണ്ടെന്ന് പറയുമായിരിക്കും, അത് വിട്ടേക്കൂ, അത് മറ്റൊരു വശം. സിനിമയ്ക്കോ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കുള്ള ടിക്കറ്റാണ് ഇയാൾ സ്പോൺസർ ചെയ്തിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. തിയേറ്റർ മുഴുവൻ ഇയാൾ ബുക്ക് ചെയ്ത് കൊടുത്തു തൻ്റെ ജീവനക്കാർക്ക് വേണ്ടി. അവർക്കുള്ള അന്നത്തെ ആ സമയത്തുള്ള സ്നാക്സും കോൾഡ് ഡ്രിങ്ക്സും ഭക്ഷണവും എല്ലാം അബ്രേക്കോ ഫ്രൈറ്റ് സ്പോൺസർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് അയാൾ ഒരു 1 കോടി രൂപ ചിലവാക്കി. പോകട്ടെ, ഒരു 10 കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് ആത്മാർത്ഥത കൊണ്ടാണ്, തൊഴിലാളികളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഈ പ്രവൃത്തി മുഹമ്മദ് ഷാജി ചെയ്തത് കൃത്യമായിട്ടുള്ള രാജ്യവിരുദ്ധത അയാളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. മതം മാത്രമാണ് പ്രശ്നം എന്നുള്ളൊരു അടിസ്ഥാന തത്വം കുഞ്ഞുനാൾ മുതൽ അയാളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടു പോയത് കൊണ്ട് തന്നെയാണ്. അതിന് ഒരു മതം തന്നെയാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ആ മതം ഇയാളെ പഠിപ്പിച്ച, ഇയാളുടെ മസ്തിഷ്കത്തിൽ അത് ഊട്ടിയുറപ്പിച്ച മതപണ്ഡിതന്മാർ തന്നെയാണ് ഉത്തരവാദി. ആരാണ്? മതമാണോ മതപണ്ഡിതന്മാരുമാണോ, അതോ ഈ രണ്ട് ഘടകങ്ങളും ഒരുപോലെ ഉത്തരവാദിയാണോ എന്നുള്ളതെല്ലാം നിയമ സംവിധാനങ്ങളും സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലുള്ള ഭാരതീയരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം? ശാരീരികമായിട്ടുള്ള ആക്രമണം ഒരു കാലത്തും ചെയ്യരുത്, അത് നിയമത്തിൻ്റെ ലംഘനമാണ്. ജിഹാദികളുടെ പോലെയുള്ള പ്രവർത്തനങ്ങളല്ല നമ്മുടെ മാർഗം. പ്രതിരോധമുണ്ട്, ശക്തമായിട്ടുള്ള പ്രതിരോധം, അത് അഹിംസ പോലുമല്ല. സത്യത്തിൽ ഒരല്പം ഹിംസാത്മകമായിട്ടുള്ളൊരു പ്രതികരണം തന്നെയാണ്. ഇവരെയെല്ലാം സാമൂഹികമായി ബഹിഷ്കരിക്കുക, അത് മാത്രമാണ് ഇവർക്കുള്ള പ്രതിക്രിയ, ഇവർക്കുള്ള മരുന്ന്, പ്രതിരോധ കുത്തിവെപ്പ്. ആ കുത്തിവെപ്പ് എന്ന് ഞാനും നിങ്ങളും ഒരേ മനസ്സോടുകൂടി മുഹമ്മദ് അനസും മുഹമ്മദ് ഷാജിയും എങ്ങനെ നമ്മുടെ രാജ്യത്തിനെതിരെ പരസ്പരം അറിയില്ലാഞ്ഞിട്ട് കൂടി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു, ആ രീതിയിൽ തന്നെ ഞാനും നിങ്ങളും ഈ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഹിറ്റ് ഇത്തരത്തിലുള്ള പാറ്റകളുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ജിഹാദികൾക്ക് നേരെ അടിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇക്കാര്യത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക കമൻറ്റുകളിലൂടെ. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലെത്തുവാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.